वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ഫലമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഫെബ്രുവരി മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. ഇടവൻ രാശിയിൽ വ്യാഴവും, മിഥുനത്തിൽ കുജനും, കന്നിയിൽ കേതുവും, മകരത്തിൽ സൂര്യനും ബുധനും, കുംഭത്തിൽ ശനിയും ചന്ദ്രനും, മീനത്തിൽ ശുക്രനും രാഹുവുമൊക്കെയാണ് ഗ്രഹനില. തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ്. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ, ശനിദശ, ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ്റെ അഷ്ടമഭാവസ്ഥിതി മുൻകോപവും പിടിവാശിയും വർദ്ധിക്കും. സൽപ്പേരിന് കളങ്കമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനിലൊക്കെ തടസ്സങ്ങളുണ്ടാകും. സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് ഉള്ള സാഹചര്യങ്ങളുണ്ടാകും. യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ധനനില വർദ്ധിക്കും. പൂർവീകത്തിൽ തന്നെ വീട് കെട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. പുരാതന വസ്തുക്കളോടൊക്കെ താല്പര്യം വർദ്ധിക്കും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായി കാണുന്നു. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് പേരും പ്രശസ്തിയും ഗൗരവവുമൊക്കെ വന്നു ചേരും. മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ ആഡംബര വസ്ത്രാഭരണങ്ങളൊക്കെ ധരിക്കും. ഏതു പ്രവൃത്തി ചെയ്താലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി ചെയ്യാൻ ശ്രമിക്കും. പണത്തിനേക്കാളേറെ സ്നേഹത്തിന് മുഖ്യത്വം കൊടുക്കും. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. സംഘങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും. കൗമാരപ്രായക്കാർക്ക് പ്രേമത്തിലൊക്കെ ചെന്ന് ചാടാനിടയുണ്ട്. മാധ്യമങ്ങൾ, കലാ കായിക പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെട്ടവർക്ക് സമയം അനുകൂലമായി തന്നെയാണ് കാണുന്നത്. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. എങ്കിലും സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. സന്താനങ്ങളുടെ സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹം നടക്കും. സന്താനങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ ശത്രുക്കളായി തോന്നിപ്പിക്കും. വീഴ്ച, മുറിവ്, തോൾപ്പട്ട, കഴുത്ത് എന്നിവയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു. ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. സമൂഹത്തിലുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കും. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മുതൽ മുടക്കില്ലാത്ത ബിസിനസ്സിലൊക്കെ നല്ല വിജയമുണ്ടാകും. സർക്കാർ സംബന്ധിച്ച കോൺട്രാക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും. പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.